5 ബിഗ് മിസ്റ്റേക്സ്. ഞാൻ എൻ്റെ ബലൂൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ 5 പൊട്ടത്തരങ്ങൾ എനിക്ക് തോന്നുന്ന 5 കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആരെങ്കിലും ഈ കാറ്റഗറിയിൽ വരുന്നവരാണ്, ജസ്റ്റ് നിങ്ങൾ ബലൂൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ മിസ്റ്റേക്സും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മിസ്റ്റേക്സ് ഒഴിവാക്കുവാണെങ്കിൽ മേ ബി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അണ്ടർ ചാർജിങ് ആയിരുന്നു. എനിക്ക് കൂടുതൽ ക്ലയൻറ്റ്സ് കിട്ടാൻ വേണ്ടി ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബാക്കി പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും അണ്ടർ ചാർജിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടും എന്നുള്ളതാണ്. പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ക്ലയൻറ്റ്സ്, നിങ്ങൾ ബാക്കിയുള്ളവരെക്കാളും പൈസ കുറച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമിനോ നിങ്ങളുടെ എഫേർട്ടിനോ വാല്യൂ ചെയ്യാത്ത ക്ലയൻറ്റ്സ് ആണെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. സോ നിങ്ങളിടുന്ന സ്പെൻഡ് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കണക്കാക്കിയിട്ട് അതിന് ഒരു ചാർജ് നിങ്ങൾ ഫിക്സ് ചെയ്യണം. സോ അതായിരിക്കും നിങ്ങളുടെ വർക്കിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. അതല്ലാതെ അണ്ടർ ചാർജ് ചെയ്ത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഓർഡർ കിട്ടാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലായ കാര്യം. സോ അത് ഇനി ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെയ്തേക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ് എനിക്ക് 1-2 ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കളേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ബൾക്കായിട്ട് മേടിച്ച് വെച്ചു. അതായത് ഞാൻ മേടിച്ച കുറച്ച് കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലൂ, നമ്മുടെ ബേബി ബ്ലൂ, ബേബി പിങ്ക്, പിന്നെ ഗോൾഡ്, ബ്ലാക്ക്, വൈറ്റ്, ഇത്രയും കളേഴ്സ് ആയിരുന്നു ഞാൻ കുറച്ച് മേടിച്ച് വെച്ചത്. പക്ഷെ അതെനിക്ക് ചെയ്തൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നി. കാരണം ആ കളേഴ്സ് കോമൺ ആണ്, ഞാൻ ഒരുപാട് യൂസ് വരും എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ മേടിച്ചത്. പക്ഷെ അത് എനിക്ക് ആ കളേഴ്സ് അല്ലാതെ വേറെ ഷെയ്ഡ്സ് ആയിരുന്നു എനിക്ക് ആവശ്യം വന്നിരുന്നത്. സോ ആ ബലൂൺസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 4 months അത് ജസ്റ്റ് ഞാൻ മേടിച്ച ഷെൽഫിൽ വെച്ച് അങ്ങനെ ഇരിക്കുന്നതല്ലാതെ എനിക്കത് യൂസ് ചെയ്ത് വന്നിട്ടില്ല. ആക്ച്വലി അത് ഞാൻ പിന്നീട് യൂസ് ചെയ്ത സമയത്ത് അത് ചിലത് പൊട്ടി തുടങ്ങി, ചിലത് ഡാമേജ് ആയി തുടങ്ങി. സോ അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് വരുന്ന ഓർഡർ അനുസരിച്ച് ജസ്റ്റ് പ്രീ ഓർഡർ ചെയ്ത് 2 days or 3 days അഡ്വാൻസ് ചെയ്ത് പ്രീ ഓർഡർ ചെയ്ത് അങ്ങനെ മെറ്റീരിയൽസ് യൂസ് ചെയ്യായിരുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതായിരുന്നു ഞാൻ ചെയ്ത രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. സോ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ചെയ്ത ഒരു ടൈം മാനേജ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഓവറോൾ ഒരു സ്കെഡ്യൂൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ ഒരു ഓർഡർ കിട്ടിക്കഴിയും, ഞാൻ സാധനങ്ങൾ മേടിക്കും, അവിടെ ചെന്ന് ഇൻഫ്ലേറ്റ് ചെയ്യും, അതെല്ലാം സെറ്റ് ചെയ്യും. പക്ഷെ അവിടെ ചെന്ന് എനിക്ക് മൊത്തത്തിലൊരു തപ്പലായിരുന്നു. അതായത് എന്താണ് ഐഡിയ, എന്താണ് പ്ലാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് മൊത്തത്തിലൊരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ചെയ്തിരുന്നത്. സോ ഒരു പ്രീ പ്ലാനിങ് ഇല്ലാതെ, ഒരു സ്കെഡ്യൂൾ ഇല്ലാതെ, ഒരു ടൈം മാനേജ്മെന്റ് ഇല്ലാതെ ഞാൻ എന്തൊക്കെയോ ചെയ്തിരുന്നു എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് ഞാൻ ചെയ്ത ഒരു ബിഗ് മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. സോ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രീ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അതിൻ്റെ ഒരു മോക്ക് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ നിങ്ങളൊന്ന് ചിന്തിച്ച് വെക്കുക എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ആ ഇവൻറ്റിൻ്റെ ആ വെന്യൂവിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ ചെല്ലുന്നതിനേക്കാളും വളരെ സ്ട്രെസ് റിലീഫ് ആയിരിക്കും ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. നാലാമത്തെ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വർക്കുകൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു, അയ്യോ ഞാനിത് ചെയ്യുമ്പോൾ ഓൺലൈൻ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വിചാരിക്കും മറ്റുള്ളവർ, അല്ലെങ്കിൽ കളിയാക്കൂ എന്നുള്ളൊരു ഷൈ ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും ഒഴിവാക്കണം. നിങ്ങളുടെ വർക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളല്ലാതെ വേറെ ആരും ചെയ്യില്ല. സോ നിങ്ങളുടെ വർക്ക് മുന്നോട്ട് പോകണം, നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. സോ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു അത്. ഞാനത് പിന്നീട് റിയലൈസ് ചെയ്തു. നമ്മൾ ചെയ്യുന്ന ഏത് വർക്കാണെങ്കിലും, ഏത് ചെറുതാണെങ്കിലും ഏത് വലുതാണെങ്കിലും അത് ഓൺലൈൻ പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. അത് ഓൺലൈൻ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വഴി നമുക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടാനും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാനും മറ്റു ക്ലയൻസിനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്ത്, എത്ര ചെറിയ വർക്കാണെങ്കിൽ പോലും നിങ്ങളുടെ ബിസിനസ് ഗ്രോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം. അതിന് വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. സോ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, മാക്സിമം എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അവിടേക്കും പോസ്റ്റ് ചെയ്യുക. അങ്ങനെ മാത്രമേ ബിസിനസ്സിന് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് നമുക്കൊരു ഡിസൈൻ കാണുമ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല എന്ന് തോന്നി കാണുന്നതും ചോദിക്കുന്നതും ഒക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായിരുന്നു ഞാൻ ആക്ച്വലി. പക്ഷെ പിന്നെ ഞാൻ ആ ഒരു നമുക്ക് ഓർഡർ കിട്ടുന്നതിൻ്റെ തലേ ദിവസം പിന്നെ തോന്നും, അയ്യോ ഇതെങ്ങനെ ചെയ്യുന്നത്, ഇതെനിക്ക് അറിയില്ലല്ലോ, ഇതെങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളൊരു ഫുൾ ടെൻഷനായിരിക്കും പിന്നെ തലേ ദിവസം. സോ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എനിക്കൊന്നൊരു കുറച്ച് സ്ട്രെസ് റിലീഫായിട്ട് മാക്സിമം നമ്മൾ ഒരു മിനിമൽ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പയ്യെ ഗ്രോ ചെയ്യാന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആണ് നമുക്ക് വേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത് എല്ലാം നമുക്ക് എടുക്കാം, എങ്ങനെ
എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ട്യൂട്ടോറിയൽ കാണാം, എവിടെയെങ്കിലൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്ത് വളരെ ഒരു വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ഈ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഫുൾ ടെൻഷനാണ്. ആ ഓർഡർ നമ്മൾ സർവീസ് ഫുൾ ഓർഡർ നമ്മൾ ക്ലയൻറ്റിന് ഡെലിവറി ചെയ്യുന്നവരെ പിന്നെ ആ ഫുൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫുൾ ഒരു ജഗ പുകയാണ്. സോ അത് ഒഴിവാക്കാറുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് നിങ്ങളുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എല്ലാം കയറി അക്സെപ്റ്റ് ചെയ്യാതെ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ, ഒന്നെങ്കിൽ ബലൂൺ കോളംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബലൂൺ ആർച്ചസ് ആയിരിക്കാം, ബലൂൺ ബൊക്കറ്റ്സ് ആയിരിക്കാം. ഏതിലാണോ നിങ്ങൾക്ക് സ്കിൽ ഉണ്ട് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതിലാണോ നിങ്ങൾ കൂടുതൽ കംഫർട്ട് ആണെന്ന് തോന്നുന്നത്, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് പയ്യെ ഓരോന്ന് അഡ്വാൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. സോ ഈ 5 മിസ്റ്റേക്കാണ് ഞാൻ ഒഴിവാക്കിയത്. ആൻഡ് ഈ 5 മിസ്റ്റേക്ക് ഒഴിവാക്കിയപ്പോൾ എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് പോകുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.